നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡിൽ ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കഴിമ്പ്രം സ്വപ്നതീരത്തെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മാർച്ച് നടത്തി. വയനാ പക്ഷാചരണത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സമാപനമായി. വാർത്തകൾ വിശദമായി. കഴിമ്പ്രത്ത് റോഡിൽ ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കഴിമ്പ്രം ബീച്ച് കുറുപ്പത്ത് ഷിബിനാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാവിലെ 11:30 മീൻപിടുത്ത തൊഴിലാളിയായ ചന്ദ്രാപ്പിനി ചാമക്കാല അല്ലപ്പുഴ വീട്ടിൽ ബാബുവും മറ്റ് തൊഴിലാളികളും യാത്ര ചെയ്തിരുന്ന ബസ്സിലാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ബസിന്റെ മുന്നിലേക്ക് വാളുമായി വന്ന് ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് കയറിയ ഷിബിൻ വള്ളത്തിന്റെ ഉടമയെ അന്വേഷിക്കുകയും ബാബുവിന്റെ കഴുത്തിന് നേരെ വാൾ വീശി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുളസിദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പ്രജാപതി വള്ളത്തിൽ ജോലി ചെയ്തിരുന്ന ഷിബിനെ 3 ദിവസം മുമ്പ് മദ്യപിച്ച് കൂടെയുള്ളവരുമായി പ്രശ്നമുണ്ടാക്കിയതിന് പുറത്താക്കിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഷിബിൻ കൊടുങ്ങല്ലൂർ, മതിലകം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും, വീടുകയറി ആക്രമിച്ച 2 കേസിലും, ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച 1 കേസിലും, സ്ത്രീപീഡന കേസിലും അടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വലപ്പാട് SHO MK രമേശ്, ASIമാരായ രാജേഷ് കുമാർ, ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണമെന്നും സ്വന്തമായി വരുമാനമുണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മുടെ ലോക്കൽ ബോഡികളെ ഇനിയും നമുക്ക് ഒരുപാട് ശക്തിപ്പെടുത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിയും. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നാടിന് മുഖച്ഛായ മാറ്റുന്ന ഒന്നാണ്. നാടിന്റെ സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം. ഇപ്പോൾ ഹൈവേയുടെ എല്ലാം വികസനം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ കൂടി അനുബന്ധമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. നമുക്കുണ്ടാകുന്ന വരുമാനവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിനേക്കാൾ നല്ലതായിരിക്കണം. വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകേണ്ടത് നമ്മളെക്കാൾ നന്നായി നമ്മുടെ അടുത്ത തലമുറ അല്ലെ കൂടുതൽ സൗകര്യത്തോടു കൂടിയും കൂടുതൽ സന്തോഷത്തോടു കൂടിയും ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. വികസനം എന്നത് നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. വരും തലമുറയ്ക്ക് കൂടുതൽ സൗകര്യപ്രദവും പ്രയോജനമാകുന്ന രീതിയിൽ അടിസ്ഥാന വികസനം ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും എല്ലാവരും വരികയും പോവുകയും ചെയ്യുന്നിടമാണ് ബസ് സ്റ്റാൻഡുകൾ. അത് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷനായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PA മുഹമ്മദ് അലി, ബീന സുരേന്ദ്രൻ, അനിത ബാബു എന്നിവരെ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ ആദരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഇസഹാക്ക്, ബ്ലോക്ക് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ബസ് സ്റ്റാൻഡ് നവീകരണം 1ാം ഘട്ട പദ്ധതിയിൽ വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട 2ാം ഘട്ട പദ്ധതിയിൽ 3 ലക്ഷം രൂപയും വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബസ് ബേ, ട്രസ് റൂഫ് നിർമ്മാണം, യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, വിശ്രമമുറി, കുടിവെള്ള വിതരണം സൗകര്യങ്ങൾ, ശുചിമുറി നവീകരണം, പെയിന്റിംഗ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ബിന്നുകളും ബോട്ടിൽ ബൂത്തും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിമ്പ്രം സ്വപ്നതീരത്തെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മാർച്ച് നടത്തി.
കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ വർഷങ്ങളായിട്ടും വികസനത്തിന് ഫണ്ട് അനുവദിക്കാത്ത LDF ഭരണസമിതിക്കെതിരെയാണ് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിന്റെ കാലഘട്ടത്തിൽ 1 കോടി രൂപയോളം ചിലവിട്ടാണ് ബീച്ച് വികസനം നടത്തിയത്. എന്നാൽ പുതിയ ഭരണസമിതി വന്നിട്ട് കാലാവധി കഴിയാനായിട്ടും 1 രൂപ പോലും ബീച്ചിന്റെ വികസനത്തിനായി അനുവദിക്കാൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ബീച്ചിലെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. വ്യായാമം ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് നാശമായി. പാർക്കിംഗ് സൗകര്യത്തിന് തുക അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പൈസ അനുവദിച്ചു. വികസനത്തെ പരിപൂർണമായി അട്ടിമറിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CR ആറുമുഖൻ, സുമേഷ് പാനാട്ടിൽ, CK ഉല്ലാസ്, പ്രവീൺ രവീന്ദ്രൻ, ബിനോയ് ലാൽ, EP തോമസ്, KC രഞ്ജിത്ത്, ഷിബു നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, PK നളിനി, മൈത്രി വത്സൻ, ഡേവിസ് വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിലേക്ക് മാത്രമായി റോഡുകളും അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വികസനവും കഴിമ്പ്രം ബീച്ചിന്റെ വികസനവും ഉൾപ്പെടെ 3.5 കോടി രൂപയിലധികമാണ് മറ്റ് രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസുകാരനായ ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന വലപ്പാട് പഞ്ചായത്തിലേക്ക് 3.25 കോടി രൂപയാണ് റോഡുകളും അതുപോലെ തന്നെ തോടുകളും കോളനി വികസനങ്ങളും അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വികസനവും കഴിമ്പ്രം ബീച്ചിന്റെ വികസനവുമായി 3.25 കോടി രൂപയാണ് വലപ്പാട് പഞ്ചായത്തിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ മെമ്പറോട് ബഹുമാനമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കഴിമ്പ്രം ബീച്ചിലേക്ക് ഒരു പൈസ പോലും, ഒരു നയാ പൈസ പോലും 5 വർഷമായി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു നയാ പൈസ പോലും കഴിമ്പ്രം ബീച്ചിന്റെ വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായും അത് വ്യക്തിപരമായും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ഭരണസമിതിയുടെയും കഴിവുകേടാണ്. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ച് സംയുക്ത കർഷക സമിതി എടമുട്ടം സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. കേരള കർഷക സംഘം നാട്ടിക ഏരിയ പ്രസിഡന്റ് PS ഷജിത്ത് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ് അധ്യക്ഷനായി. യോഗത്തിൽ കേരള കർഷക സംഘം എടമുട്ടം മേഖലാ സെക്രട്ടറി VP സാൽ, CK ബേബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മതിലകം ചങ്ങാതികൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റഹ്മാൻ വാടനപ്പള്ളി സാഹിത്യ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരത്തിന് അർഹമായ ഇതം പരിമിതം എന്ന നോവലിന്റെ രചയിതാവ് VG തമ്പിക്ക് കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുരസ്കാരം സമ്മാനിച്ചു. ചങ്ങാതികൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന അധ്യക്ഷത വഹിച്ചു. കവി E ജിനൻ റഹ്മാൻ വാടനപ്പള്ളി അനുസ്മരണം നടത്തി. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച TK ഗംഗാധരനെയും വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച ചങ്ങാതിക്കൂട്ടം അംഗങ്ങളെയും വിദ്യാഭ്യാസ മേഖലയിലെ മികവിന് വിദ്യാർത്ഥികളെയും ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, നോവലിസ്റ്റ് സബ്ന നസീർ, TB സന്തോഷ് ബാബു, VG തമ്പി, TK ഗംഗാധരൻ, ജിതി സുധീഷ്, MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. PB സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന കവി സമ്മേളനം സുധീഷ് അമ്മവീട് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സത്യത്തിൽ പലപ്പോഴും പുറം ലോകത്തേക്കാണ് നമ്മുടെ കാഴ്ചകൾ കൂടിയറിവ് ഉണ്ടാകുന്നത്. നമ്മുടെ അകത്തേക്കുള്ള നോട്ടം കുറച്ച് കാലമായിട്ട് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ വിടവിലേക്ക് തന്നെയാണ് ഇതം പാരമ്പര്യം എന്ന ഈ നോവൽ കടന്നു വരുന്നത്. ഞാൻ ഇതിൽ ലെവിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു 2 ദിവസമാണ്. എനിക്ക് അവസാന വർഷമാണ് നിർഭാഗ്യവശാൽ പുസ്തകം കിട്ടിയത്. എങ്കിലും ഇത് എനിക്ക് പലപ്പോഴും പല സിദ്ധാർത്ഥ ധർമ്മനാശയുടെ നോവലിന് ശേഷം പറഞ്ഞ പോലെയാണ് അതുപോലെയുള്ള അതാണ് ധാരയിൽ വരുന്ന. പ്രകൃതിയെ ക്യാൻവാസിൽ പകർത്തി ദേവരാട്ട് മനീഷ് ശ്രദ്ധേയനായി. ദുബായിൽ LKGയിൽ പഠിക്കുമ്പോഴാണ് ദേവരാട്ട് വരയോടുള്ള പ്രണയം തുടങ്ങുന്നത്. ആദ്യം കാർട്ടൂണുകൾ വരച്ചാണ് വരയുടെ ലോകത്തേക്ക് കടക്കുന്നത്. കോവിഡ് കാലത്ത് നാട്ടിലെത്തി ദി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശ്ശൂരിലേക്ക് പഠനം മാറിയതോടെ വരയിലായി കൂടുതൽ ശ്രദ്ധ. ക്രയോൺസിൽ തുടങ്ങി പെറ്റൽസ്, വാട്ടർ കളർ എന്നീ മീഡിയങ്ങളിലൂടെ ദേവരാട്ടിന്റെ വരയുടെ ലോകം വളരുകയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അക്രലിക് മീഡിയത്തിൽ വരയ്ക്കാൻ തുടങ്ങുന്നത്.
30ഓളം ചിത്രങ്ങളാണ് അക്രിലിക് മീഡിയത്തിൽ ക്യാൻവാസിൽ ഇതിനകം പൂർത്തിയാക്കിയത്. ദുബായിൽ പഠിക്കുന്ന കാലം മുതൽ ചിത്രകാരൻ അശോകൻ ആദിപുരയിടത്തിന്റെ ശിക്ഷണം ലഭിച്ചത് ചിത്രകലയിലെ വളർച്ചയ്ക്ക് ഗുണകരമായി. അധ്യാപികയായ അച്ചമ്മ ശാലിനിയാണ് ബാല്യത്തിൽ ചിത്രകലയിൽ പ്രതിപത്തി ഉണ്ടാക്കാൻ ഇടപെട്ടത്. അതിനായി നിരവധി ചിത്രകലാ പുസ്തകങ്ങൾ വാങ്ങി നൽകുമായിരുന്നു. ദുബായിൽ ഷിപ്പിംഗ് കമ്പനി ഉടമയും മണലൂർ സ്വദേശിയുമായ അച്ഛൻ മനീഷ് നടത്തിയ നിരവധി യാത്രകളിൽ മകൻ ദേവരാട്ടിനെ കൂടി ചേർത്തത് പ്രകൃതിയെ അടുത്തറിയാൻ സഹായിച്ചു. അതാണ് പിന്നീട് ക്യാൻവാസിൽ ചിത്രങ്ങളായി മാറിയത്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സുബിതയാണ് ദേവരാട്ടിന്റെ അമ്മ. നമ്മൾ ഇപ്പോഴത്തെ അറിയാലോ, മൊബൈലൊക്കെ കൊടുത്ത് കുട്ടികളെ വീട്ടിലിരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ അപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒപ്പം യാത്ര ചെയ്ത് പ്രകൃതിയെ കാണും. അപ്പോൾ ഞങ്ങൾ കുറേ കൺട്രികളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് കയറിയതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് കൂടുതൽ. പ്രകൃതിയെ അതേപടി പകർത്തിയ 13കാരന്റെ ചിത്രങ്ങൾ തൃശൂർ ശോഭ സിറ്റി ക്ലബിൽ ഞായറാഴ്ച പ്രദർശിപ്പിച്ചിരുന്നു. പ്രമുഖർ ഉൾപ്പെട്ട 100 കണക്കിന് പേരാണ് പ്രദർശനം കാണാനെത്തിയത്. ചൂലൂർ AAILP സ്കൂളിൽ ബഷീർ അനുസ്മരണം നടത്തി. ബാപ്പു വലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. KM നൂർജഹാൻ, KM നീതു, ലിൻസി EJ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബാപ്പു വലപ്പാട് നൽകിയ പുസ്തകങ്ങൾ പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ ഏറ്റുവാങ്ങി. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി, വായനയിലൂടെ അറിവ് നേടാൻ വേണ്ടി എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവന്നത് ലക്ഷത്തിന് കൈമാറുകയാണ്. നിങ്ങളെല്ലാവരും അത് വാങ്ങിച്ച് നന്നായിട്ട് വായിക്കണം. നിങ്ങൾ ഓടിച്ച് വായിക്കല്ല, മനസ്സിലിട്ട് വായിച്ച് ടീച്ചറോട് അഭിപ്രായങ്ങൾ കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനത് ടീച്ചർക്ക് സ്നേഹപൂർവ്വം കൈമാറുകയാണ്. നിങ്ങളെല്ലാവരും വായിക്കും എന്ന പ്രതീക്ഷയോടുകൂടി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചാഴൂർ ശ്രീമഠത്തിൽ പ്രതിഷ്ഠാ ദിനാചരണം ഭക്തിസാന്ദ്രമായി. രാവിലെ മഹാഗണപതി ഹവനം, തുടർന്ന് ഉഷപൂജ, കലശപൂജ, സഹസ്രനാമജപം, അഭിഷേകം, വിശേഷൽ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ അശ്വിനി ദേവ് ചന്ദ്രി, ശ്രീമഠം തന്ത്രി ശ്രീകുമാർ ശാന്തി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണുകെട്ടി 35 സെക്കൻഡ് പിയാനോയിൽ 12 പാട്ട് അവതരിപ്പിച്ചതിനുള്ള ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്, ലണ്ടൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇൻഫ്ലുവൻസർ റെക്കോർഡ് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ഐക്കൺ അവാർഡ് 2025, ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡ് 2025 എന്നീ പുരസ്കാരങ്ങൾ നേടിയ 4.5 വയസ്സുകാരനായ കാട്ടുങ്ങൽ ബൈജു ജോമിഷ ദമ്പതികളുടെ മകനായ ദേവ് കൃഷ്ണയെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ സോഫിയ ആന്റണി, നിതേഷ് നായർ, ക്ഷേത്ര മാനേജർ സന്തോഷ് ചാഴൂർ എന്നിവർ പങ്കെടുത്തു. ദേവ് കൃഷ്ണ എന്നാണ് ദേവുട്ടന്റെ ശരിക്കുള്ള പേര്. 1 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, 2 ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, 3 ഇൻഫ്ലുവൻസർ റെക്കോർഡ് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ഐക്കൺ അവാർഡ് 2025, ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡ് 2025. ഇത് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കെട്ടി 35 സെക്കൻഡ് 32 സെക്കൻഡ് പിയാനോയിൽ 12 സോങ് പ്ലേ ചെയ്തതിനാണ്. അപ്പൊ ഇനി നിങ്ങളൊക്കെ ഈ ആരാധനാക്രമത്തിൽ പങ്കുചേർന്ന് അനുഗ്രഹത്തെ സ്വീകരിച്ചാൽ സർവഗ്രഹാത് അനുഗ്രഹം പൂർണ്ണം. എല്ലാ ഗ്രഹങ്ങളുടെയും ഗ്രഹദോഷ ശാന്തിക്ക് ഒരൊറ്റ ഗ്രഹം പ്രസാദിച്ചാൽ മതി. എന്താ? അനുഗ്രഹം അല്ലെ? എല്ലാ ഗ്രഹദോഷ ശാന്തിക്കും
അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുന്നതാണ്. അപ്പോൾ ആ അനുഗ്രഹം തുടർന്ന് ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ സംഘത്തിന്റെ കാവടി ചിന്തുപാട്ട് അരങ്ങേറി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. നാട്ടിക ഹനുമാൻ സ്വാമി ക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠയും നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ചിന്തുപാട്ട്, തുടർന്ന് ക്ഷേത്രത്തിലെ ഉപദേവന്മാരായ ശ്രീ മഹാഗണപതിയുടെയും ശ്രീ ശാസ്താവിൻ്റെയും ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെയും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് പാട്ടും നൃത്തവും നടന്നു. മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനായി. മുഖ്യ കാര്യദർശി EK രാജൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നീണ്ടുനിന്ന വായനാ പക്ഷാചരണത്തിന് സമാപനമായി. സമാപനത്തോടനുബന്ധിച്ച് IV ദാസ് അനുസ്മരണവും ഗ്രന്ഥശാലയിൽ നടന്നു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ മികച്ച വായനക്കാരൻ PK തിലകനുള്ള ഗ്രന്ഥശാല മുൻ സെക്രട്ടറി BM പ്രേംലാലിന്റെ ഓർമ്മയ്ക്കുള്ള ഉപഹാരം നൽകി ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ ഗ്രന്ഥശാലയ്ക്ക് സൗജന്യമായി പുസ്തകം നൽകി. KA ശിവാനന്ദൻ, MB സ്കന്ദരാജ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല അംഗം TK ഹരിദാസ് IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വയോജന വേദി സെക്രട്ടറി PM സുകുമാരൻ അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ PV ദിലീപ് കുമാർ, ലൈബ്രറിയൻ ഷാരി ജിഷാന്ത്, സർദാർ കലാവേദി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ, വനിതാവേദി സെക്രട്ടറി K നസീമ എന്നിവർ സംസാരിച്ചു. ജൂലൈ മാസം 7-ാം തീയതി സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ശ്രീ IV ദാസിൻ്റെ ജന്മദിനം വരെയുള്ള 2 ആഴ്ചക്കാലം എല്ലാ ഗ്രന്ഥശാലകളും വായനാ പക്ഷാചരണം എന്ന പേരിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഈ 2 ആഴ്ചക്കാലം കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളിലും വിട്ടൊഴിയാതെ വിവിധങ്ങളായ പരിപാടികളാണ് ഈ സമയത്ത് നമ്മൾ സംഘടിപ്പിച്ചത്. ഈ കാലയളവിൽ പ്രധാനമായും നമ്മൾ ഉദ്ദേശിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സംഭാവനകൾ നൽകിയ ആളുകളെ, എഴുത്തുകാരെ ഓർമ്മിക്കുക എന്നത് തന്നെയാണ്. ആ നിലയിൽ മുൻമറഞ്ഞു പോയ കേരളത്തിൽ നിരവധിയായ എഴുത്തുകാരെ നമ്മൾ ഈ 2 ആഴ്ചക്കാലം പ്രത്യേക ദിനങ്ങൾ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ആചരിക്കുന്ന, അവരെ ഓർമ്മിക്കുന്ന പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സൂചന ബസ് സമരം. സ്വകാര്യ ബസ്സുടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര പ്രഖ്യാപനം. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബിലെ 2025-26 പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചാർട്ടേഡ് ഡേ സെലിബ്രേഷനും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമ്പടത്തിൽ അധ്യക്ഷനായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KS സിൻകുമാർ, സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ട്രഷറർ CM സുധീഷ് കുമാർ, ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരുദ്ര ബിജിത്ത്, സെക്രട്ടറി ശിവാനി സിൻകുമാർ, ട്രഷറർ ശ്രേയ നസ്രി എന്നിവർ ചുമതലയേറ്റു. തുടർന്ന് പുതിയതായി ക്ലബ്ബിൽ അംഗത്വമെടുത്ത 5 മെമ്പർമാരുടെ ഇൻഡക്ഷനും പാസ്റ്റും നടത്തി.
സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജിയെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ലയൺ മെമ്പർമാരുടെ മക്കൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് ചാർട്ടർ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി ചാർട്ടർ മെമ്പർമാർക്കുള്ള ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ക്ലബിൽ പുതിയതായി MJF എടുത്ത PB സുനിൽകുമാർ, ഷാജി പള്ളിത്താഴത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ MM ദിനേശൻ, സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, റീജിയണൽ ലേഡി ചെയർപേഴ്സൺ ശ്രുതി ചന്ദ്രൻ, സോൺ ലേഡി ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, CS ദേവരാജ്, ക്ലബ് ലേഡി കോർഡിനേറ്റർ TJ സുപ്രിയ, ലിയോ മെമ്പർമാരായ അഹല്യ സുധീഷ്, ശ്രീലക്ഷ്മി സിൻകുമാർ, റലീഷ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പദവി എനിക്ക് കിട്ടിയ മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന പൊസിഷനാണ്. അന്നത്തെ ഗവർണർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ വർഷം എത്ര മെമ്പർമാരെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന്. അന്നത്തെ ആ ഒരു ചെറുപ്പത്തിന്റെ ഒരു തലപ്പിൽ ഞാൻ പറഞ്ഞു 10 മെമ്പർമാരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ആ 10 മെമ്പർമാരിൽ കൂടുതൽ ആ വർഷം ചേർന്നുകൊണ്ട് ഞാൻ ആ വർഷത്തെ ഒരു മികച്ച മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ ആവുകയുണ്ടായി. അതിന്റെ കുരുത്തം കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ഗവർണർഷിപ്പിന് മുമ്പ് 10 ലയൺസ് ക്ലബുകളും ഏകദേശം 300 ജില്ലാ മെമ്പർമാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. ഗവർണർഷിപ്പില് ഞാൻ 20 ലയൺസ് ക്ലബുകൾ സ്പോൺസർ ചെയ്യുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുകയും കൂടാതെ ഡിസ്ട്രിക്റ്റിന് പുറത്ത് ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. വലപ്പാട് അംശയോഗം റെസിഡൻസ് അസോസിയേഷന്റെയും മാക്കേർ ഡയഗ്നോസിസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായ കണ്ണ് പരിശോധന, രക്തപരിശോധന എന്നിവ നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ PK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രേംകുമാർ, മെമ്പർ ജ്യോതിസ്, ട്രഷറർ ശശികുമാർ, വൈസ് പ്രസിഡന്റ് മോഹനൻ, മെമ്പർമാരായ ഹംസ, സുഹൈൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർന്ന് വാർഷിക പൊതുയോഗവും നടന്നു. ഹംസ പുഴങ്കര ഇല്ലത്ത് പുതിയ പ്രസിഡന്റായും പ്രേംകുമാർ തണ്ടാശ്ശേരിയെ സെക്രട്ടറിയായും ശശികുമാറിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ഉന്നത വിജയം വരിച്ച അനുശ്രീ, ഗോപികൃഷ്ണ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
കാരമുക്ക് ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കുടുംബസംഗമം നടത്തി. കാരമുക്ക് SNGS ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ശ്രീ നാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ് അംഗങ്ങളുടെ മക്കളെയും ടീം ഒഫൻഡേഴ്സ് അച്ഛന്മാരും മക്കളും കൈകൊട്ടിക്കളിയിലെ താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റും SNGS സ്കൂൾ PTA പ്രസിഡന്റുമായ ഷൈൻ കാളാനി ഉപഹാര സമർപ്പണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പളത്താട്ടിൽ, ബിന്ദു സതീഷ്, രക്ഷാധികാരികളായ ഡോക്ടർ സജീഷ് P. വിശ്വനാഥ്, അഡ്വക്കേറ്റ് ബാബു പറത്താട്ടിൽ, ക്ലബ്ബ് ജനറൽ സെക്രട്ടറി OK ശശി, ട്രഷറർ സണ്ണി ആലുക്ക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പൊതുപണിമുടക്കിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കർഷക സംഘം മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം നടത്തി. കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. NRS ബാബു അധ്യക്ഷനായി. PS പ്രസാദ്, KV ഡേവിസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, KR അഭിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വടനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയിൽ വായന പക്ഷാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും PU വിജയൻ സ്മാരക എൻഡോമെന്റ് വിതരണവും ഇയാനി ഞായക്കാട്ട് വിജയൻ സ്മാരക പഠനോപകരണ വിതരണവും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KP ജയചന്ദ്രൻ അധ്യക്ഷനായി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ എൻഡോമെന്റ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പഠനോപകരണ വിതരണം ചെയ്തു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ CS ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി CS വിനോദൻ, AR ജെയ്മി, സുരേഷ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കായി ബഷീർ കൃതികളെ ആസ്പദമാക്കി ക്വിസ് മത്സരവും രക്ഷിതാക്കളുടെ സാഹിത്യ മത്സരവും ഉണ്ടായിരുന്നു. മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ലൈബ്രറിയൻ KM രജനി, MC പ്രമോദ്, പ്രസാദ് ആന്തുപറമ്പിൽ, പ്രസന്നൻ കോഴിപ്പറമ്പിൽ, ഭരതൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ ഒരു മാതൃകാ വിദ്യാർത്ഥികൾ എങ്ങനെയാകണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക കൂടിയാണ്. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങളെ പ്രാപ്തമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട് ഒരു മോശം കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. നമ്മളൊക്കെ തന്നെ ജീവിച്ചിരുന്ന ആ പഴയ കാലത്തിൽ നിന്ന് വേറിട്ട ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മുടെ പ്രത്യേകിച്ച് യുവതലമുറ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലരും സഞ്ചരിക്കുന്നത്. നമുക്കൊരിക്കലും കേട്ടുകേൾവില്ലാത്ത ദുരിതപൂർണമായ ചില കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിക്കുകയാണ്. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നീണ്ടുനിന്ന വായന പക്ഷാചരണത്തിന്റെ വലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയിൽ സമാപനമായി. ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ശ്രീ സുരേഷ് പട്ടാലി അധ്യക്ഷനായി. KA മൊയ്തീൻ മാസ്റ്റർ, ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചില്ലം, ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ, ഗോപി തൃപ്രയാർ, ജോസ് താടിക്കാരൻ, ജ്യോതിബാസ് വേളയിൽ, ദേവൻ ഉള്ളാട്ടിൽ, ശ്യാം, ഷീജ മുരളീധരൻ, ഷൈനി സജിത്ത്, വനിതാവേദി മെമ്പർ ദേവിക റാണി എന്നിവർ സംസാരിച്ചു. വലപ്പാട് പള്ളിപ്പുറം GFLP സ്കൂളിൽ കരാത്തെ പരിശീലനത്തിന് തുടക്കമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 വർഷമായി വലപ്പാട് പള്ളിപ്പുറം GFLP സ്കൂളിലെ കുട്ടികൾക്ക് കരാത്തെ പരിശീലനം നൽകി വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി. PD സുരേന്ദ്രൻ കരാത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷിജോ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ, ഹെഡ് മിസ്ട്രസ് ഇന്ദു P, MPTA പ്രസിഡന്റ് സംഗീത, സീനിയർ അസിസ്റ്റന്റ് ബീന എന്നിവർ സംസാരിച്ചു. കൃത്യമായി പറഞ്ഞാൽ 1,20,000 രൂപ വകയിരുത്തിക്കൊണ്ടാണ് പദ്ധതിയിൽ ഒരു പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ കൊച്ചുമക്കൾക്ക് കരാട്ടെ പരിശീലനം, അധ്യയനത്തിന്റെ തുടക്കം തന്നെ പഠനോപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാ വർഷവും ഒരു പദ്ധതിയുടെ ഒരു വിഹിതം തന്നെ നമ്മുടെ ഒരു സ്വന്തം സ്കൂളിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ഈ ഭരണസമിതിയുടെ ഒരു 4.5 വർഷം ഏകദേശം നമുക്കറിയാം, ഒരു ഭരണസമിതി കഴിയാൻ ഏകദേശം ഒരു 4 മാസം 5-4 മാസം ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇടത്തെ കാല് ഇടത്തോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, കൈകളിങ്ങനെ വലിക്കുക.
Right? Come on. 1, 2, 3. Start. 1, 2, 4, 5, 6, 7. കാരമുക ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വായനപക്ഷാചരണ സമാപനവും ഗുരുസ്മരണയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ലൈബ്രറി കൗൺസിൽ ചാവക്കാട് താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദൻ പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കാരമുക ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തെ പ്രധാന അധ്യാപകനും കവിയുമായിരുന്ന KSK തളിക്കുളത്തിന്റെ പേരിൽ സംഘടിപ്പിച്ച ഗുരുസ്മരണയും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ, ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപികയും വിദ്യാരംഗം കൺവീനറുമായ മീന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡിൽ ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കഴിമ്പ്രം സ്വപ്നതീരത്തെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മാർച്ച് നടത്തി. വായനാപക്ഷാചരണത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സമാപനമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.